നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം ഇപ്പോൾ കവടിയാർ രാജ്ഭവനിലുണ്ട്. അദ്ദേഹം കടന്നുപോകുന്ന പാതയിൽ തെരുവിളക്കൽ കത്താത്തൽ BJP ഇന്ന് പ്രതിഷേധിച്ചു. വെള്ളയമ്പലത്തെ KSCBയുടെ ഓഫീസിലേക്ക് പ്രവർത്തകരുടെ മാർച്ചുണ്ടായി. പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ BJP സ്വീകരണമൊരുക്കി വെള്ളയമ്പലം ജംഗ്ഷനിലെ തെരുവിളക്കൽ പ്രവർത്തിച്ചില്ല എന്നതാണ് പരാതി. അവർ നടത്തിയ മാർച്ചിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് സുരക്ഷാ വീഴ്ച എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഈ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ മാർച്ച് അവർ സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനൊപ്പം നടന്ന സലീം മാലിക് നമുക്കൊപ്പം തിരുവനന്തപുരത്ത്. സലീം, യഥാർത്ഥത്തിൽ ഈ അവിടെ വെളിച്ചമില്ല അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത് നേരത്തെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തലസ്ഥാനത്തെ തെരുവിളക്കുകളിൽ പലതും കത്തുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ വെള്ളയമ്പലം ഭാഗത്തൊക്കെ ഇത്തരത്തിൽ തെരുവിളക്കുകൾ പ്രകാശിക്കാത്ത പ്രശ്നമുണ്ട്. നഗരസഭ ഏതെങ്കിലും നിലയിൽ അതിലൊരു ഇടപെടൽ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമില്ല. അതിനിടയിലാണ് ഇന്ന് അതൊരു വിഷയമായി ഉന്നയിച്ചുകൊണ്ട് BJP നേതാക്കളും BJP കൗൺസിലർമാരും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഈ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് രാജ്ഭവനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചില BJP കൗൺസിലർമാർ അത് ഉന്നയിക്കുകയും ചെയ്തു. ചെറിയ തർക്കം അതുമായി ബന്ധപ്പെട്ട് വെള്ളയമ്പലം ഭാഗത്തുണ്ടാവുകയും പ്രതിഷേധമുണ്ടാവുകയും ഒക്കെ ചെയ്തു. അതിൽ ഒരു പരാതിയായി തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ പ്രധാനമന്ത്രി പോകുന്നത് വരെ എന്തായാലും ആ ചെറിയ സമയം കൊണ്ട് അത് ശരിയാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ BJP പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് അതിന് പിന്നാലെ പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ വെള്ളയമ്പലത്തെ KSCB ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. രാത്രി സമയത്ത് പ്രധാനമന്ത്രി സ്വീകരിക്കാനുണ്ടായിരുന്ന പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കൗൺസിലർമാരും പ്രവർത്തകരും ചേർന്ന് വെള്ളയമ്പലത്തെ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. അത് ചെറിയ തോതിൽ വാക്കുതർക്കത്തിലേക്ക് ഒക്കെ എത്തി. പക്ഷേ വലിയ പോലീസ് വിന്യാസവും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പോലീസ് വിന്യാസം കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തകരുമായി ചർച്ച നടത്തി എത്രയും വേഗത്തിൽ തന്നെ ഈ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാമെന്നൊരു തീരുമാനമെത്തി. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷാ പ്രശ്നമോ മാർച്ചോ ഉണ്ടാകരുതെന്ന് പ്രവർത്തകരോട് പോലീസുകാർ അപേക്ഷിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ആ പ്രവർത്തകർ ഈ സമരം അവസാനിപ്പിച്ച് മടങ്ങിയത്. SK